Once again, all of you, welcome back to my YouTube channel. My name is Adra. So we are discussing the third chapter of class 10 students, and our chapter name is metals and non-metals. So in our first class, we discussed the physical properties of metals and non-metals. Then today we are going to discuss about the chemical properties of metals. Okay. So the first chemical property related to the reaction between oxygen and metal. അപ്പം കെമിക്കൽ പ്രോപ്പർട്ടീസിലെ മെറ്റൽസിന്റെ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മെറ്റൽസ് ഓക്സിജനുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതാണ്. അപ്പൊ നിങ്ങൾ കെമിക്കൽ റിയാക്ഷൻസ് എന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ മഗ്നീഷ്യം എന്ന എന്തിനൊരു എക്സാമ്പിൾ ആണ്, മെറ്റലിന് എക്സാമ്പിൾ ആണ്. അത് ഓക്സിജൻ മീൻസ് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യാൻ മീൻസ് എന്താണ്, ബേണിംഗ് റിയാക്ഷൻ നമ്മൾ എന്തെന്ന് പറയുന്നത് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യാന്ന് പറയുന്നത്. അല്ലാണ്ടും അത് എന്ത് ചെയ്യാം, റിയാക്ട് ചെയ്യാറുണ്ട്. ദെൻ ഹിയർ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ ബേണിംഗ് റിയാക്ഷൻ. ഇൻ ദ കേസ് ഓഫ് magnesium reacts with oxygen and the burning. After that burning, otherwise at the time of burning we can observe that dazzling white flame. അല്ലെ, മഗ്നീഷ്യം കത്തുമ്പോൾ ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിം ആണ് അത് എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്. അപ്പം മഗ്നീഷ്യം എന്നത് എന്താണ്, ഒരു മെറ്റൽ ആണ്. അത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽസും എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ റിയാക്ഷൻ റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട്. എല്ലാം ഒരേ റേറ്റിലൊന്നും അല്ല റിയാക്ട് ചെയ്യുന്നത്. റിയാക്ഷൻ റേറ്റ് വളരെ വ്യത്യാസമുണ്ട്. ഓരോ മെറ്റൽസ് മാറുന്നതിനനുസരിച്ച് റിയാക്ഷൻ റേറ്റിൽ എന്തുണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ വി ഡിസ്കസ് ദ ബേണിംഗ് റിയാക്ഷൻ ഓഫ് മഗ്നീഷ്യം. അപ്പൊ മഗ്നീഷ്യം എന്തുമായിട്ട് റിയാക്ട് ചെയ്തു നമുക്ക് കൺഫേം ചെയ്യാം, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തു എന്ന് കൺഫേം ചെയ്യാം. അപ്പം പറയാം, ഓൾമോസ്റ്റ് ഓൾ മെറ്റൽസ് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം മെറ്റൽ ഓക്സൈഡ്. ഒട്ടുമിക്ക മെറ്റലും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മെറ്റലിന്റെ ഓക്സൈഡിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. അപ്പൊ നമുക്ക് മെറ്റലും ഓക്സിജനുമായിട്ട് റിയാക്ഷൻ ഒരു ജനറൽ ഇക്വേഷൻ പറയാലോ. മെറ്റൽ പ്ലസ് ഓക്സിജൻ ഗീവ്സ് മെറ്റൽ ഓക്സൈഡ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് ഒരു ജനറൽ ഇക്വേഷൻ പറയാം. എന്താണെന്ന് വെച്ചാല്, ഇപ്പം മെറ്റൽ പ്ലസ് ഓക്സിജൻ ഗീവ്സ് മെറ്റൽ ഓക്സൈഡ്. മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് ഫോം ചെയ്യും, മെറ്റൽ ഓക്സൈഡ് ഫോം ചെയ്യാം. മെറ്റൽ പ്ലസ് ഓക്സിജൻ ഗീവ്സ് മെറ്റൽ ഓക്സൈഡ്. ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽസും എന്തുമായിട്ട് റിയാക്ട് ചെയ്യും, ഈ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. പക്ഷെ എല്ലാത്തിന്റെയും റിയാക്ഷൻ റേറ്റ് ഒരുപോലെ അല്ല. അപ്പം ഇനി നമ്മൾ പറയുന്നത് വെച്ചാല്, നിങ്ങൾക്ക് അറിയാലോ കോപ്പർ എന്തിനൊരു എക്സാമ്പിൾ ആണ്, മെറ്റലിനൊരു എക്സാമ്പിൾ ആണ്. അപ്പം നമുക്കൊരു ഇക്വേഷൻ എഴുതി നോക്കാം. കോപ്പറിന്റെ സിമ്പിൾ എന്തായിരുന്നു, Cu. ഓക്സിജൻ ആണെങ്കിൽ O2. അപ്പൊ നമുക്ക് എന്ത് ഫോം ചെയ്യണം, കോപ്പർ ഓക്സൈഡ്. അപ്പം Cu പ്ലസ് O2 ഗീവ്സ് CuO ആണല്ലോ. കോപ്പർ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യണം, കോപ്പറിന്റെ ഓക്സൈഡ് ഫോം ചെയ്യണം. അതാണ് ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പം Cu പ്ലസ് O2 ഗീവ്സ് CuO. അപ്പം CuO എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെറ്റൽ ഓക്സൈഡ്. നമുക്ക് നെക്സ്റ്റ് അലൂമിനിയം എടുക്കാം. അപ്പം അലൂമിനിയം പ്ലസ് ഓക്സിജൻ Al പ്ലസ് O2 ഗീവ്സ് Al2O3. Al2O3 എന്നതാണ് എന്തിന്റെ ഫോർമുല, മെറ്റൽ ഓക്സൈഡ്. അതായത് അലൂമിനിയം ഓക്സൈഡിന്റെ ഫോർമുല എന്ന് പറയുന്നത് Al2O3 ആണ്. ഓക്കെ, അപ്പം ഒട്ടുമിക്ക എല്ലാ മെറ്റൽസും എന്തുമായിട്ട് റിയാക്ട് ചെയ്യും, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ ജനറൽ ഇക്വേഷൻ നമുക്ക് പറയാവുന്നത് മെറ്റൽ പ്ലസ് ഓക്സിജൻ ഗീവ്സ് മെറ്റൽ ഓക്സൈഡ്. മെറ്റല് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത മെറ്റലിന്റെ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ട് ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു. കോപ്പറും ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കോപ്പർ ഓക്സൈഡ് ഫോം ചെയ്യണം. അലൂമിനിയവും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അലൂമിനിയം ഓക്സൈഡ് ഫോം ചെയ്യണം. ഓക്കെ, ഇനി ഈ കോപ്പർ ഓക്സൈഡ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമോ? അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഏകദേശം അതിന്റെ ഒരു ബേസിക് ഐഡിയാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കോപ്പർ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ മെറ്റൽ ഓക്സൈഡ് ആണ്. മെറ്റൽ ഓക്സൈഡ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യണം, കോപ്പർ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു മെറ്റൽ ഓക്സൈഡ് ആണ്. നോർമലി മെറ്റൽ ഓക്സൈഡ്സ് എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, ആസിഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഒരു വസ്തു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ അതിന് എന്ത് നേച്ചർ ആയിരിക്കണം, ബേസിക് നേച്ചർ ഉള്ള വസ്തു ആയിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കൺഫേം ചെയ്യാം, മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. മെറ്റൽ ഓക്സൈഡ്സിന് എന്ത് നേച്ചർ ആണെന്ന് പറയാം, ബേസിക് നേച്ചർ ആണെന്ന് പറയാം. ഇപ്പൊ കോപ്പർ ഓക്സൈഡ് ഉണ്ടല്ലോ, കോപ്പർ ഓക്സൈഡ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, കോപ്പർ ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. പ്ലീസ് കൺസിഡർ. ഓക്കെ, ഇപ്പൊ കോപ്പർ ഓക്സൈഡിന്റെ ഫോർമുല എന്തുവാ, CuO. ഓക്കെ, കോപ്പർ ഓക്സൈഡിന്റെ ഫോർമുല എന്ന് പറയുമ്പോൾ CuO. അത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്, ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടേണ്ട സാൾട്ട് എന്താണ്, ഒരു ആസിഡും ബേസും റിയാക്ട് ചെയ്താൽ ഫോം ചെയ്യുന്ന എന്തായിരിക്കണം, സാൾട്ട് പ്ലസ് വാട്ടർ. ആ റിയാക്ഷൻ നമ്മൾ പറയുന്ന പേരെന്താണ്, ന്യൂട്രലൈസേഷൻ. അല്ലെ, ഒരു ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്ത് സാൾട്ടും വാട്ടറും ഫോം ചെയ്യുന്ന റിയാക്ഷനെ പറയുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ എന്നത്. ഓക്കെ, സോ അപ്പം ഇവിടെ കോപ്പർ ഓക്സൈഡ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു,
കോപ്പർ ഓക്സൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ഫോം ചെയ്യണം? കോപ്പർ ക്ലോറൈഡ് പ്ലസ് വാട്ടർ. ആ റിയാക്ഷനെ പറയുന്ന പേരാണ് എന്ത്? ന്യൂട്രലൈസേഷൻ. സോ കോപ്പർ ഓക്സൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ കോപ്പർ ഓക്സൈഡിന് ബേസിക് നേച്ചർ ആണ് നമുക്ക് എന്ത് ചെയ്യാം? കൺഫേം ചെയ്യാം. ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന വസ്തുവിന് ബേസിക് നേച്ചർ ആയിരിക്കണം. അപ്പൊ മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. പക്ഷേ അവിടെയും ചില എക്സെപ്ഷണൽ കേസസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സിങ്ക് ഓക്സൈഡ്. ഓക്കെ, സിങ്ക് ഓക്സൈഡും അലൂമിനിയം ഓക്സൈഡും, ഈ രണ്ട് മെറ്റൽ ഓക്സൈഡുകളും ഒരേപോലെ ആസിഡുമായിട്ടും ബേസുമായിട്ടും എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യുന്നുണ്ട്. Generally, metal oxides are basic in nature. They react with acid to form salt and water. But in the case of zinc oxide and aluminum oxide, they react both acid and base to form salt and water. Okay. Such metal oxides are known as amphoteric oxide. Such metal oxides are known as amphoteric oxide. സിങ്ക് ഓക്സൈഡും അലൂമിനിയം ഓക്സൈഡും ഒരേപോലെ തന്നെ ആസിഡും ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് സാൾട്ടും വാട്ടറും ഫോം ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മെറ്റൽ ഓക്സൈഡുകളെ പറയുന്ന പേരാണ് ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്ന്. ഓക്കെ, അപ്പൊ ജനറലി മെറ്റൽ ഓക്സൈഡ്സിന് എന്ത് നേച്ചർ ആണെന്നാ പറഞ്ഞത്? ബേസിക് നേച്ചർ. എന്നാൽ സിങ്ക് ഓക്സൈഡും അലൂമിനിയം ഓക്സൈഡും ആസിഡുമായിട്ടും ബേസുമായിട്ടും എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന മെറ്റൽ ഓക്സൈഡിനെ പറയുന്ന പേരാണ് ആംഫോട്ടറിക് ഓക്സൈഡ്സ്. അങ്ങനെയുള്ള മെറ്റൽസിനെ പറയുന്ന പേരെന്താണ്? മെറ്റൽ ഓക്സൈഡ്സിനെ പറയുന്ന പേരാണ് ആംഫോട്ടറിക് ഓക്സൈഡ്സ്. അപ്പൊ ആംഫോട്ടറിക് ഓക്സൈഡ്സിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഏതൊക്കെ പറയണം? അലൂമിനിയം ഓക്സൈഡും സിങ്ക് ഓക്സൈഡും. ഓക്കെ, അലൂമിനിയം ഓക്സൈഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ് ആർ എക്സാമ്പിൾസ് ഓഫ് ആംഫോട്ടറിക് ഓക്സൈഡ്സ് ബിക്കോസ് ദേ റിയാക്ട് ബോത്ത് ആസിഡ് ആൻഡ് ബേസ് ടു ഫോം സാൾട്ട് ആൻഡ് വാട്ടർ. അത് ആസിഡും ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് സാൾട്ടും വാട്ടറും ഫോം ചെയ്യിക്കും. ഇവിടെ നമ്മൾ അലൂമിനിയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അലൂമിനിയം ഓക്സൈഡിന്റെ ഫോമിൽ എന്തായിരുന്നു? Al2O3. ഓക്കെ, Al2O3 ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യേണ്ട സാൾട്ട് ഏതാണ്? അലൂമിനിയം ക്ലോറൈഡ്. ഓക്കെ, അപ്പം അലൂമിനിയം ക്ലോറൈഡ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് പറയുന്ന എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ അലൂമിനിയം ആണ്. അലൂമിനിയം അതിന്റെ ഓക്സൈഡ് ആണ് അലൂമിനിയം ഓക്സൈഡ്. അത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യും? ആസിഡുമായിട്ടും റിയാക്ട് ചെയ്യും, ബേസുമായിട്ടും റിയാക്ട് ചെയ്യും. അപ്പം അലൂമിനിയം ഓക്സൈഡ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന എക്സാമ്പിൾ നമുക്ക് നോക്കാം. Al2O3 പ്ലസ് HCl. ഓക്കെ, Al2O3 പ്ലസ് HCl നമുക്ക് കിട്ടുന്നത് AlCl3 പ്ലസ് H2O. AlCl3 പ്ലസ് H2 ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത്. ഇനി അത് എന്തുമായിട്ടുള്ള റിയാക്ഷനാ? ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ. അതേപോലെ അത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യണം? ബേസുമായിട്ടും റിയാക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മൾ എടുത്തിരിക്കുന്ന ബേസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഫോം ചെയ്യുന്നതാണ് സോഡിയം അലുമിനേറ്റ്. NaAlO2 എന്നതിന്റെ പേരാണ് സോഡിയം അലുമിനേറ്റ്. സോഡിയം അലുമിനേറ്റ് ആണ് ഇവിടുത്തെ എന്ത്? സാൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂട്രലൈസേഷൻ റിയാക്ഷനിൽ സാൾട്ട് പ്ലസ് എന്താ വരേണ്ടത്? വാട്ടർ. ഓക്കെ, NaAlO2 എന്നതാണ് ഇവിടുത്തെ സാൾട്ട്, പ്ലസ് എന്നൂടെ വരുന്നുണ്ട് വാട്ടർ. സോ such oxides they have the ability to react both acid and base to form salt and water. ആസിഡും ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് സാൾട്ടിനെ വാട്ടറിനെ ഫോം ചെയ്യിക്കാൻ കഴിവുള്ള മെറ്റൽ ഓക്സൈഡുകളെ പറയുന്ന പേരാണ് ആംഫോട്ടറിക് ഓക്സൈഡ്സ്. പക്ഷേ മെറ്റൽ ഓക്സൈഡ്സിന് ജനറലി എന്ത് നേച്ചർ ആണെന്നാണ് പറയുന്നത്? ബേസിക് നേച്ചർ. ഒരു എക്സെപ്ഷണൽ കേസ് ആണ് നമ്മൾ പറഞ്ഞത്. മെറ്റൽ ഓക്സൈഡായ അലൂമിനിയം ഓക്സൈഡും സിങ്ക് ഓക്സൈഡും ആസിഡും ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് സാൾട്ടും വാട്ടറും ഫോം ചെയ്യിക്കും. അങ്ങനെയുള്ള ഓക്സൈഡ്സിനെ പറയുന്ന പേരാണ് ആംഫോട്ടറിക് ഓക്സൈഡ്സ്. ഇനി ഈ മെറ്റൽ ഓക്സൈഡുകൾ ജനറലി എന്തല്ല? വാട്ടറിൽ അങ്ങനെ സോല്യൂബിൾ ഒന്നും അല്ല. ഓക്കെ, പക്ഷേ ചില മെറ്റൽ ഓക്സൈഡ്സ് എന്ത് ചെയ്യും? വാട്ടറിൽ സോല്യൂബിൾ ആയിട്ട് ആൽക്കലീസിനെ ഫോം ചെയ്യിക്കും. എല്ലാ ജനറലി മെറ്റൽ ഓക്സൈഡ്സ് ആർ ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ, ബട്ട് ഇൻ ദ കേസ് ഓഫ് സം metal oxides they dissolve in water and form alkalis. ഓക്കെ, ചില മെറ്റൽ ഓക്സൈഡുകൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് എന്തിനെ ഫോം ചെയ്യിക്കുന്നുണ്ട്? ആൽക്കലികളെ ഫോം ചെയ്യിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് സോഡിയം ഓക്സൈഡും പൊട്ടാസ്യം ഓക്സൈഡും. ഓക്കെ, സോഡിയം ഓക്സൈഡും പൊട്ടാസ്യം ഓക്സൈഡും എന്തിൽ ഡിസോൾവ് ആകുന്നുണ്ട്? വാട്ടറിൽ ഡിസോൾവ് ആകുന്നുണ്ട്. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? ആൽക്കലീസിനെ ഫോം ചെയ്യിക്കും. ആൽക്കലീസ് മീൻസ് എന്താണ്? ബേസിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ബേസസിനെ പറയുന്ന പേരാണ് ആൽക്കലീസ് എന്ന്. ഓക്കെ, അപ്പം സോഡിയം ഓക്സൈഡും പൊട്ടാസ്യം ഓക്സൈഡും വാട്ടറിൽ ഡിസോൾവ് ആയിട്ട് ആൽക്കലീസിനെ ഫോം ചെയ്യിക്കുന്നുണ്ട്. പക്ഷെ ജനറലി മെറ്റൽ ഓക്സൈഡ്സ് എന്തല്ല? വാട്ടർ സോല്യൂബിൾ അല്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് മെറ്റലും ഓക്സിജനുമായിട്ട് റിയാക്ഷൻ ആണ്. ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽസും എന്തുമായിട്ട് റിയാക്ട് ചെയ്യും? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. പക്ഷെ എല്ലാ മെറ്റൽസും ഒരേ റേറ്റിലല്ല ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഇനി
നമ്മൾ അതിന് എക്സാമ്പിൾസ് പറഞ്ഞത് കോപ്പറിന്റെ റിയാക്ഷൻ പറഞ്ഞിരുന്നു. കോപ്പർ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കോപ്പർ ഓക്സൈഡ് ആണ് ഫോം ചെയ്യേണ്ടത്. അപ്പൊ അലൂമിനിയം ആണെങ്കിൽ അലൂമിനിയം ഓക്സൈഡ് ഫോം ചെയ്യണം. ഈ അലൂമിനിയം ഓക്സൈഡ് എന്ത് നേച്ചർ ആണ് നമ്മൾ, അല്ലെങ്കിൽ ജനറലി മെറ്റൽ ഓക്സൈഡ്സിന് എന്ത് നേച്ചർ ആണെന്ന് പഠിച്ചിട്ടുള്ളത്? ബേസിക് നേച്ചർ ആണെന്ന് പറയുന്നു. എന്നാൽ സിങ്ക് ഓക്സൈഡിനും അലൂമിനിയം ഓക്സൈഡിനും ആസിഡുമായിട്ടും ബേസുമായിട്ടും റിയാക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള മെറ്റൽ ഓക്സൈഡുകളെ പറയുന്ന പേരാണ് ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്ന്. ഇനി സോലിബിലിറ്റി നോക്കുകയാണെങ്കിൽ മെറ്റൽ ഓക്സൈഡ്സ് അങ്ങനെ സോലിബിൾ ആകാത്ത വസ്തുവാണ്. എന്നാൽ സോഡിയത്തിന്റെ ഓക്സൈഡും പൊട്ടാസ്യത്തിന്റെ ഓക്സൈഡും വാട്ടറിൽ സോലിബിൾ ആയിട്ട് ആൽക്കലീസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യിക്കുന്നുണ്ട്. ഇനി അടുത്ത കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഈ എല്ലാ മെറ്റൽസും ഒരുപോലെ എല്ലാം റിയാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, വളരെ നന്നായിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റൽസ് ആണ് സോഡിയം, പൊട്ടാസ്യം. ഇവരെന്താണ്? ഓക്സിജനുമായിട്ട് വളരെ അഫിനിറ്റി കൂടിയ മെറ്റൽസ് ആയതുകൊണ്ട് വളരെ വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യും, ഫയർ ക്യാച്ച് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ എന്തിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? കെറോസീനിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോഡിയം പൊട്ടാസ്യം ഒക്കെ കെറോസീനിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് വെച്ചാൽ മെറ്റൽ എന്തുമായിട്ട് റിയാക്ട് ചെയ്യണം? ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യണം. അപ്പൊ മെറ്റലിന്റെ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അലൂമിനിയം, സിങ്ക്, മഗ്നീഷ്യം, ലെഡ് ഇവരെന്തുമായിട്ട്? ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അതിന്റെ ഒരു ലെയർ, അതായത് മെറ്റൽ ഓക്സൈഡ് ഫോം ചെയ്ത് ഫർദർ ഓക്സിഡേഷൻ എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. പിന്നീട് അങ്ങോട്ട് എന്ത് നടക്കില്ല? ഓക്സിഡേഷൻ നടക്കില്ല. അപ്പം അതിന് എക്സാമ്പിൾ പറഞ്ഞത് അലൂമിനിയം, സിങ്ക്, മഗ്നീഷ്യം, ലെഡ് ഇവർ ഫസ്റ്റ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മെറ്റലിന്റെ ഓക്സൈഡ് ഫോം ചെയ്തിട്ട് ഫർദർ ഓക്സിഡേഷൻ എന്ത് ചെയ്യത്തില്ല? അതില് നടക്കില്ല. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് അയൺ. അതുപോലെ എന്ത് ചെയ്യത്തില്ല? ബേൺ ചെയ്യത്തില്ല. എന്നാൽ അയൺ ഫൈലിങ്സ് എന്ത് ചെയ്യും? നന്നായിട്ട് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറഞ്ഞാണ് കോപ്പർ എന്ത് ചെയ്യത്തില്ല? അങ്ങനെ ബേൺ ചെയ്യുന്ന ഒരു വസ്തുവല്ല, പക്ഷെ അവിടെ കോപ്പർ ഓക്സൈഡിന്റെ പ്രസൻസ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറഞ്ഞാണ് നിങ്ങൾക്ക് റിയാക്ടിവിറ്റി സീരീസ് അറിയാവുന്ന കുട്ടികളാണല്ലോ. അപ്പം സിൽവർ, ഗോൾഡ് ഇവരൊന്നും എന്ത് ചെയ്യത്തില്ല? എത്ര ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്തെന്ന് പറഞ്ഞാലും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അത്രയ്ക്ക് റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽസ് ആണ് സിൽവറും ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പൊ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? സോഡിയം പറയാം. അത്രയ്ക്ക് റിയാക്ടിവിറ്റി ആണ് സോഡിയത്തിന് ഓക്സിജനുമായിട്ടുള്ളത്. അപ്പം റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ഓക്സിജൻ എന്ന് പറയുന്നത് എല്ലാ മെറ്റൽസും എന്തുമായിട്ട് റിയാക്ട് ചെയ്യും? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പം മെറ്റൽസ് ഓക്സിജനുമായിട്ട്, ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽസും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ മെറ്റലിന്റെ ഓക്സൈഡ് ആണ് ഫോം ചെയ്യേണ്ടത്. മെറ്റൽ ഓക്സൈഡുകൾക്ക് ജനറലി ബേസിക് നേച്ചർ ആണ്. എന്നാൽ സിങ്ക് ഓക്സൈഡിനും അലൂമിനിയം ഓക്സൈഡിനും എന്ത് നേച്ചർ അല്ല? കറക്റ്റ് ബേസിക് നേച്ചർ എന്നോ അസിഡിക് നേച്ചർ നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം രണ്ട് നേച്ചർ അത് എന്ത് ചെയ്യുന്നുണ്ട്? കാണിക്കുന്നുണ്ട്. അപ്പം ഒരേ സമയം ആസിഡുമായിട്ടും ബേസുമായിട്ടും റിയാക്ട് ചെയ്യാൻ കഴിവുള്ള മെറ്റൽ ഓക്സൈഡുകളെ പറയുന്ന പേരാണ് ആംഫോട്ടറിക് ഓക്സൈഡ്സ് എന്ന്. അപ്പൊ ആംഫോട്ടറിക് ഓക്സൈഡ്സിന് എക്സാമ്പിൾ ചോദിച്ചാൽ സിങ്ക് ഓക്സൈഡും അലൂമിനിയം ഓക്സൈഡും എന്തിന് എക്സാമ്പിൾ ആണ്? ആംഫോട്ടറിക് ഓക്സൈഡ്സുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇനി മെറ്റൽ ഓക്സൈഡ്സ് വാട്ടറിൽ എന്തല്ല? ഡിസോളിബിൾ അല്ല. എന്നാൽ സോല്യൂബിൾ അല്ല. എന്നാൽ സോഡിയത്തിന്റെ ഓക്സൈഡും പൊട്ടാസ്യത്തിന്റെ ഓക്സൈഡും വാട്ടറിൽ സോല്യൂബിൾ ആയിട്ട് ആൽക്കലീസ് മീൻസ് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ബേസസിനെയാണ് എന്തെന്ന് പറയുന്നത്? ആൽക്കലീസ് എന്ന് പറയുന്നത്. അപ്പം സോഡിയത്തിന്റെ ഓക്സൈഡും പൊട്ടാസ്യം ഓക്സൈഡും വാട്ടർ സോല്യൂബിൾ ആയിട്ട് ആൽക്കലീസിനെ ഫോം ചെയ്യിക്കുന്നുണ്ട്. ഇനി എല്ലാ മെറ്റൽസിന്റെയും റിയാക്ടിവിറ്റി എന്തല്ല? ഒരുപോലെയല്ല. അതുകൊണ്ട് വളരെ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് ആണ് സോഡിയവും പൊട്ടാസ്യവും. അപ്പം അത് നമ്മൾ ജനറലി എടുത്ത് റൂം ടെമ്പറേച്ചറിൽ പോലും വെളിയിൽ വെച്ചാൽ ഫയർ ക്യാച്ച് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് അത് കെറോസീനിലാണ് സൂക്ഷിക്കുന്നത്. ഇനി അലൂമിനിയം, മഗ്നീഷ്യം, ലെഡ്, സിങ്ക് തുടങ്ങിയ മെറ്റൽസ് ഒക്കെ എന്താണ്? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആദ്യം ഒരു ഓക്സൈഡ്, ഒരു ലെയർ ഓഫ് ഓക്സൈഡ് അവിടെ ഫോം ചെയ്യും. പിന്നീട് ഫർദർ ആയിട്ട് നടക്കുന്ന ഓക്സിഡേഷനെ അത് എന്ത് ചെയ്യും? പ്രിവെന്റ് ചെയ്യും. അയൺ നോർമൽ ആണെങ്കിൽ, അല്ലെങ്കിൽ നോർമൽ അയൺ എന്ത് ചെയ്യത്തില്ല? ബേൺ ചെയ്യത്തൊന്നുമില്ല. എന്നാൽ അയൺ ഫൈലിങ്സ് നന്നായിട്ട് എന്ത് ചെയ്യും? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇനി കോപ്പർ എന്ത് ചെയ്യത്തില്ല? അങ്ങനെയൊന്നും റിയാക്ട് ചെയ്യത്തില്ല. പക്ഷേ കോപ്പർ ഓക്സൈഡിന്റെ പ്രസൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇനി ഏറ്റവും റിയാക്ടിവിറ്റി കൂടിയ, അല്ലെങ്കിൽ ഓക്സിജനുമായിട്ട് ഏറ്റവും അഫിനിറ്റി കൂടിയ മെറ്റൽ ഏതെന്ന് ചോദിച്ചാൽ സോഡിയം പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു റിയാക്ഷൻ പറഞ്ഞുകൊണ്ട് മാത്രം എന്തല്ല, ഈ മെറ്റൽസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ് അല്ല. അപ്പം ബാക്കിയായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.